ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, നിങ്ങളുടെ കമൻസ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പാൻ കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് 2-3 മെത്തേഡ് നമുക്ക് പാൻ കാർഡിന് അപേക്ഷ വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പല ആൾക്കാർക്കും കുറേ പാൻ കാർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പാൻ കാർഡ് കിട്ടിയ ഒരു മെത്തേഡ്, അതാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. സൈറ്റ് അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാനിവിടെ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. ഇനി ആപ്ലിക്കേഷൻ ടൈപ്പ് എടുക്കുക. അതിൽ നമുക്ക് ന്യൂ ആണോ, ന്യൂ പാൻ ഒറിജിൻ സിറ്റിസൺ ആണോ, അതായത് ചേഞ്ച് ചെയ്യാനായിട്ടാണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ എന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ, അസോസിയേഷൻ, പേഴ്സണ്, ഇപ്പം ട്രസ്റ്റ്, ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ ഫേമിന്റെയോ അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഫാമിലിക്കൊക്കെ ഒരുമിച്ചുള്ളതാണെങ്കിൽ അങ്ങനെ. ഇനി ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കുള്ളത് ഇൻഡിവിജ്വൽ തന്നെ സെലക്ട് ചെയ്യുക. ഇനി ആപ്ലിക്കന്റ് ഇൻഫോർമേഷനകത്ത് ഒരു ടൈറ്റിലുണ്ട്. നമ്മൾ ശ്രീമതി, കുമാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലാസ്റ്റ് നെയിമുണ്ട്, ഫസ്റ്റ് നെയിമുണ്ട്, മിഡിൽ നെയിമുണ്ട്. അപ്പം നിങ്ങളുടെ നെയിമിന് 3 നിങ്ങളുടെ മെയിൻ നെയിമുണ്ട്, അതിന് നിങ്ങൾക്ക് ഒരു സർനെയിം 2 സർനെയിം ഉണ്ടെങ്കിൽ ആ സെന്റർ ആയിട്ട് വരുന്നത് മിഡിൽ നെയിം ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഭാഗം നമ്മൾ ഫസ്റ്റ് ഇതടിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ഗോപിക VS എന്നാണെങ്കിൽ അപ്പോൾ ഇത് വി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വി അടിച്ചു വെക്കരുത്. ഇവിടെ എന്താണോ വിയുടെ ഫുൾ ഫോം അത് നിങ്ങളിവിടെ അടിക്കുക. എന്നിട്ട് ആ എസ് എന്താണെന്നുള്ളത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഭാഗത്ത്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു നെയിമേ ഉള്ളൂ, നിങ്ങൾക്ക് സർനെയിം ഒന്നുമില്ല, ഒറ്റ നെയിമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആ നെയിം ഇവിടെ ലാസ്റ്റ് നെയിം ആൻഡ് സർനെയിം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ആധാറിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് കൊടുക്കുക. ഇനി ആധാറിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, ഇതൊക്കെ ഉണ്ട്, അത് കൊടുക്കുക. അത് ഏതാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾ ലാസ്റ്റ് അറ്റാച്ച്മെന്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ. അപ്പം ആധാർ നമുക്കിവിടെ മസ്റ്റാണ്. അപ്പൊ ആധാർ ഉപയോഗിച്ച് തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒരു ഇമെയിൽ ID വേണം, ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാനുണ്ട്. ഈ ക്യാപ്ച കോഡ് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്യൂ മാത്രം കുറച്ചൊന്ന് വലുതാണ്. അപ്പൊ നിങ്ങൾ ഈ VG സാധാരണ സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഈ ഫോമിനകത്ത് നമ്മൾ മൊത്തം ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിലായിട്ടേ വരത്തുള്ളൂ. പിന്നെ ഈ ക്യൂ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ക്യാപ്സിലോക്ക് ടൈപ്പ് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചേർത്താണെങ്കിൽ ഷിഫ്റ്റ് ചേർത്ത്, അതല്ല ക്യാപ്സിലോക്ക് ഓൺ ആക്കിയിട്ടിട്ടാണെങ്കിൽ ക്യാപ്സിലോക്ക് ഓൺ ആക്കിയിട്ടിട്ട് ഈ ക്യൂ മാത്രം ടൈപ്പ് ചെയ്യുക. ദെൻ 5M സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനെ കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇവിടെയാണ് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ പാൻ കാർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മൊത്തം ഇ-സൈൻ ഉപയോഗിച്ചുള്ളതാണ്. ഡിജിറ്റലി ആണെങ്കിൽ ഇത് കൊടുക്കാം. സബ്മിറ്റ് സ്കാനഡ് ഇമേജസ് ത്രൂ ഇ-സൈൻ, ഇമേജസ് ഒക്കെ സ്കാൻ ചെയ്ത് കൊടുത്ത് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് കൊടുക്കാം. ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ഫിസിക്കലി ആണെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ഫിസിക്കലി ആണ്. ഞാൻ ഈ 3 മെത്തേഡിൽ ചെയ്തതിൽ പെട്ടെന്ന് തന്നെ പാൻ കാർഡ് കിട്ടിയിട്ടുള്ളത് ഈ നമ്മൾ ഫോം ഈ ഫില്ല് ചെയ്തതിന് ശേഷം ആ ഫോമിനെ പ്രിന്റ് എടുത്ത് അതിൽ നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് നമ്മുടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ ഇതിനകത്ത്
ഉപയോഗിച്ചിരിക്കുന്നത് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിന്റെയൊക്കെ ഒന്ന് കൊറിയർ അയച്ചു വിട്ട് ചെയ്തതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ മെത്തേഡ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇത് ഏത് മെത്തേഡ് വേണേലും സെലക്ട് ചെയ്യാം. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് എടുത്ത് ചെയ്താൽ മതി. ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് അതിൽ സിഗ്നേച്ചർ ചെയ്യണമെന്ന് മാത്രം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ആധാർ കാർഡാണ്. അതിന്റെ ആധാർ ലാസ്റ്റ് 4 ഡിജിറ്റ് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നെയിം ആസ് പെർ ആധാറിൽ എങ്ങനെയാണോ നെയിം കിടക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3 പേര്, അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം ഫുൾ നെയിമായിട്ട് കാണിച്ചേനെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് അതിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കൊരു സർനെയിം ഉണ്ടായിരുന്നെങ്കിൽ സർനെയിമിന്റെ ഷോർട്ട് ഫോം അല്ല, നമ്മൾ അവിടെ ഫുൾ എക്സ്പാൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ആ എക്സ്പാൻഡ് സഹിതം ഇവിടെ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ആ എക്സ്പാൻഡ് മാറ്റി അതിനെ ഷോർട്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒറ്റ നെയിമേ ഉള്ളൂ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്കിവിടെ വേണ്ടിയത് നമ്മുടെ ജെൻഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതർ നെയിം ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല എങ്കിൽ ഇല്ലെന്ന് തന്നെ കൊടുക്കുക. നമുക്ക് സാധാരണ ഒരു നെയിം ആയിരിക്കുമല്ലോ നമുക്ക് സാധാരണ കാണാറുള്ളത്. വീട്ടിൽ വേറെ പേര് വിളിക്കുമെങ്കിലും. പിന്നെ നമുക്കുള്ളത് ഫില്ല് ചെയ്യാനായിട്ട് വരിക. ഇവിടെ ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ ആരുടെയും ഒരാളുടെ പേര് കൊടുക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഫാദർ നെയിം ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ ഫാദർ നെയിം കൊടുക്കുക. മദർ നെയിം ആണെങ്കിൽ മദർ നെയിം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മദർ നെയിം ഇവിടെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഇൻകം ഏത് സോഴ്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഇതിനകത്തൊന്നും പെടുന്നില്ല എങ്കിൽ അതിനകല്ല ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇൻകം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നോ ഇൻകം കൊടുത്താൽ മതിയാകും. ഇനി നിങ്ങൾ ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിഡൻസ് ആണോ ഓഫീസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ അഡ്രസ്സ്, റെസിഡൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെസിഡൻസ് അഡ്രസ്സ് കൊടുക്കുക. ഓഫീസ് അഡ്രസ്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓഫീസ് അഡ്രസ്സ് താഴെയാണ് അത് കൊടുക്കുക. അപ്പൊ ഇവിടെ എല്ലാ ഡോർ നമ്പർ ബ്ലോക്ക് നമ്പർ ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നെയിം ഓഫ് ഹൗസ് നെയിം കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ട്രീറ്റ് കൊടുക്കുക. നമ്മുടെ താലൂക്ക് അത് കൊടുക്കുക. ജില്ല കൊടുക്കുക. ഇനി നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഓഫീസ് അഡ്രസ്സ് ഉള്ളവർ ഓഫീസ് അഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ടെലിഫോൺ നമ്പറാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോഡ് സെലക്ട് വേണ്ടവ ഇപ്പൊ നമ്മുടെ കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ റെപ്രസെന്റേറ്റീവ് ആക്സസീവ് വല്ലതും ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് നെക്സ്റ്റ് കൊടുക്കുക. വളരെ കുറച്ചൊന്നും സ്പീഡിൽ ഇത് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സിറ്റി, ഇപ്പൊ നിങ്ങളുടെ കറക്റ്റ് ആ സിറ്റി ഇല്ലെങ്കിലും അതിനടുത്തുള്ള മെയിൻ സിറ്റി ആയിരിക്കും ഇതിൽ വരും. കാരണം നമ്മുടെ ഇൻകം ടാക്സിന്റെ അതിന്റെ ഓഫീസുള്ള ഇപ്പൊ എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊന്നും അത് കാണൂല. ഇപ്പൊ ഇവിടെ ആലപ്പുഴ, ആലുവ അങ്ങനെ കുറെ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ കുറെ അധികം സ്ഥലങ്ങൾ കാണും. അപ്പൊ നമുക്ക് ഒന്നിലധികം കോഡ് ഇവിടെ സെലക്ട് ചെയ്ത് വരും. പല സർക്കിൾ, ഇപ്പം വാർഡ് 1 ആണോ നിങ്ങൾ, വാർഡ് 1ൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിയാനായിട്ടാണെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വാർഡ് 1 അതെല്ലാം വായിച്ചു നോക്കാനുള്ള സമയം കിട്ടത്തില്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് അവിടെ നിങ്ങളുടെ വാർഡ് 1, വാർഡ് 3, വാർഡ് 4 ആണോ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നേ കാണാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ പാൻ കാർഡിന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങളായിരിക്കും ഇതൊക്കെ.
നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് പ്രൂഫ് വെച്ചാണ് ഇതൊക്കെ ഫില്ല് ചെയ്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിക്ക് നിങ്ങൾ ഏതാണ് വെച്ചത്? ആധാർ കാർഡ് നമുക്ക് ഇത് മസ്റ്റായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി പ്രൂഫ് ഓഫ് അഡ്രസ്സ് നിങ്ങൾ ആധാർ കാർഡാണ് കൊടുത്തെങ്കിൽ അതും ആധാർ കാർഡ് കൊടുക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ആധാർ കാർഡിൽ ഫുൾ നെയിം ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, പേയ്മെന്റ് ഓർഡർ, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഞാനിപ്പോൾ ആധാർ വെച്ചാണ് എല്ലാം ചെയ്തത്, അതുകൊണ്ട് ആധാർ തന്നെ കൊടുത്തു. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഹിംസ് ഓർ ഹെർ സെൽഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഇതൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർ ആധാർ ഫസ്റ്റ് 8 ഡിജിറ്റ് എന്ന് പറഞ്ഞു ആദ്യത്തെ 8 ഡിജിറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്കുള്ള പേയ്മെന്റ് ആണ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണോ, ഓൺലൈൻ പേയ്മെന്റ്, അതായത് പേടിഎം ആണോ, പിന്നെ ഓൺലൈൻ ബിൽ ഡെസ്ക് ഉപയോഗിച്ചാണോ എന്നുള്ളത് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു 107 രൂപ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഐ അഗ്രി വായിച്ചു കൊടുത്തതിന് ശേഷം ഐ അഗ്രി കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളോട് പേ കൺഫേം ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ്, അത് ബാങ്കിങ്, ഇതൊക്കെ ഉണ്ട്. പല ഓപ്ഷൻസ് ഉണ്ട്. വാലറ്റ് ഉണ്ട്, QR കോഡ് ഉണ്ട്, UPI ഉണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ബാങ്കിങ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ബാങ്ക് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തെ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങൾ മേക്ക് പേയ്മെന്റ് കൊടുക്കുക. അതിന് നമ്മുടെ പേയ്മെന്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഓതന്റിക്കേഷൻ പേജിലേക്കായിരിക്കും പോകുക. അവിടെ നമ്മളുടെ പാൻ കാർഡിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും നമ്മുടെ ആധാർ കാർഡും തമ്മിലൊന്ന് മാച്ച് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓതന്റിക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ സ്ലിപ്പും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്, ഞാനിപ്പോൾ ഫിസിക്കലി സെലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണ് ഇതൊക്കെ അയച്ചു കൊടുക്കേണ്ടതെന്നുള്ള അഡ്രസ്സും വന്നിരിക്കും. അപ്പം നിങ്ങൾ കൊടുത്ത ആ മെയിൽ ID ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID ഇതുപോലെ ഒരു അഡ്രസ്സ് ആണ്. ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് സ്ലിപ്പും നിങ്ങളുടെ പേയ്മെന്റ് സ്ലിപ്പും ആ ഫോം നിങ്ങൾ ഓൺലൈൻ വഴി ഫില്ല് ചെയ്ത ആ ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് ഒരു PDF ഫയലായിട്ട് വന്നിരിക്കും. ആ PDF ഫയൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ 2/5/1980 ആണെങ്കിൽ നിങ്ങൾ ഈ ഇടയ്ക്ക് ഇത് സ്ലാഷ് ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കണ്ട. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് 02051980 എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കുവാണ് ചെയ്യേണ്ടത്. അതായത് ഈ താഴെ നിങ്ങൾക്ക് 2 PDF ഒന്ന് റെസിപ്റ്റ് ആണ്, നിങ്ങൾ ക്യാഷ് അടച്ചതിന്റെ റെസിപ്റ്റ്. 2 നിങ്ങളുടെ ആ ഫോമാണ്. അപ്പം നിങ്ങൾ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്നോളജ്മെന്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ അക്നോളജ്മെന്റ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളുക. അപ്പം ഈ അക്നോളജ്മെന്റ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എന്ത് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൊറിയർ അയച്ചു വിടുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയോ, നമ്മുടെ മാക്സിമം നമുക്കത് മെസ്സേജ് വന്നിരിക്കും. നമ്മുടെ ഫോണിലേക്ക്, നമ്മുടെ മെയിലിലേക്കൊക്കെ മെസ്സേജ് വരും. ഇനി വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അക്നോളജ്മെന്റ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്ത് സാധിക്കും. അവിടെ കൊറിയർ എത്തിയോ, എത്തിയെങ്കിൽ എന്ത് പ്രോസസ്സാണ്, നമ്മുടെ ഇത് പാൻ കാർഡ് ഓക്കെ ആയോ എന്നൊക്കെ കാണിച്ചു. പിന്നെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ഇവിടെ ഒരെണ്ണം ഒട്ടിക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഫോട്ടോയിൽ മാത്രം നിങ്ങൾ ഈ പേപ്പറിലും മാക്സിമം നിങ്ങൾ ഈ ഫോട്ടോയിലും കൂടെ ചേർത്ത് സൈൻ ചെയ്യണം.
ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വരുമ്പോൾ നിങ്ങൾ ഈ കോളത്തിനകത്ത് സെൻട്രലായിട്ട് ബോക്സിന് വെളിയിൽ പോകാതെ സൈൻ ചെയ്യണം. ഇത് ഒരു 2 പേജ് ഉണ്ട്. ഈ 2 പേജ് നിങ്ങൾ പ്രിന്റ് എടുക്കുക. അത് ഒരു ഷീറ്റിന്റെ തന്നെ 2 സൈഡായിട്ട് പ്രിന്റ് എടുക്കുക. അതിനുശേഷം ഈ ഒരു കോളത്തിൽ ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യുക. അങ്ങനെ 3 സൈൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫോമാണ് ഈ ഫോം നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും, ഇനി അതല്ല നിങ്ങൾ ആധാർ കാർഡും നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിനകം കൊറിയർ അവിടെ എത്തും. അതിനുശേഷം ഒരു 3-4 ദിവസത്തിന് ശേഷം നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കത്തക്ക രീതിയിൽ ഒരു പാൻ കാർഡ് വരും. അത് നമുക്ക് അർജന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ ഒരു 10 ദിവസത്തിനകം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒറിജിനൽ പാൻ കാർഡ് വരും. അത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ്. വളരെ സിമ്പിളായ പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.